എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. നല്ലൊരു മെറ്റീരിയൽ ആട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഈ ഒരു പേപ്പറിലാണ് കേട്ടോ ഞാൻ യോക്ക് കട്ട് ചെയ്യണ കാണിക്കുന്നത്. ഇത് ലൈനിങ് പീസാണെന്ന് വിചാരിക്കാം നിങ്ങൾ. ഇതിനെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. ഒന്നും കൂടി മടക്കിയിട്ട് 1-2 വയസ്സുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മടക്കി കഴിഞ്ഞാലും ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് വെട്ടാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പേപ്പറിൽ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇതേ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടു. നമ്മുടെ ലൈനിങ് പീസ് രണ്ടായിട്ട് മടക്കി, അതായത് പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഷോൾഡർ ദേ ഇവിടെ ഒരു 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കൈക്കുഴി 4.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊരു വയസ്സുള്ള ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഇപ്പം യോക്ക് ലെങ്ത്ത് നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. വേസ്റ്റും നമ്മൾ 5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. ലെങ്ത്ത് 3 ഇഞ്ചാണ് കേട്ടോ. ഈ നെക്ക് ലെങ്ത്ത് 2.5 അതിനും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ 3 ഇഞ്ച് വേണമെന്ന് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞുകൊണ്ടാണ് 3 ഇഞ്ച് എടുത്തത്. ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് 1 ഇഞ്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ആ 1 ഇഞ്ചിലേക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. കാൽ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാണ്ടിരിക്കാനായിട്ടാണ്. നമ്മളിത് 5 ഇഞ്ചാണ് നമുക്ക് ആ ഒരു പേപ്പർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലെങ്ത്ത്. അപ്പോൾ 5 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ് പീസ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ 4. ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നമ്മളിത് 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ മടക്കിയേക്കണേ. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പേപ്പർ എടുത്തിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ വെക്കാം. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വശം ഇതുപോലെ ഓപ്പൺ ആയിരിക്കും. ഫുള്ളല്ല, 2 പീസ് ഓപ്പൺ ആയിരിക്കും, ഒരെണ്ണം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ക്ലോസ് ആയ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ട് പീസും ബാക്ക് പോർഷനും ഒരുമിച്ച് തന്നെ കിട്ടും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഫ്രണ്ട് പോർഷൻ വെട്ടിയെടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. സിബ് വെക്കണോണ്ട് നമുക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം 2 ഭാഗത്ത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരാം. നമ്മൾ 1/2 ഇഞ്ച് വിട്ടില്ലേ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യണ്ട. ഇത് വരെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണതാണ്. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനും കിട്ടും. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാം. അപ്പോൾ ടോപ്പ് പോർഷനിൽ ആ ഒരു കര വരണ പോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്, സ്റ്റിച്ച് ചെയ്യാൻ പോണേ. അപ്പോൾ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള തുണി നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മെയിൻ ഫാബ്രിക് ശരിക്കും ആ ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സായിട്ട് ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വന്നത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി മെയിൻ ഫാബ്രിക്. അതുപോലെ തന്നെ ബാക്ക് പീസിനും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ്. ഇനി നമുക്ക് ലൈനിങ്, താഴേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഷോൾഡറിൽ നിന്ന് 18 ഇഞ്ചാണ് എടുക്കേണ്ടത്. 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 18 ഇഞ്ചിന് നമ്മൾ യോക്ക് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്.
അപ്പോൾ 7 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 ഇഞ്ചാണ് കിട്ടുക. 11 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് 12.5 ഇഞ്ചാണ് അപ്പോൾ നമുക്ക് താഴേക്കുള്ള ലെങ്ത്ത് വേണ്ടത്, ഫ്രില്ലിട്ട് കൊടുക്കേണ്ട ലെങ്ത്ത് വേണ്ടേ. സോ നമ്മളിവിടെ നിന്ന് ലൈനിങ് നമ്മൾ 12.5 ഇഞ്ച് എടുക്കണില്ല, ഒരു 11 ഇഞ്ചൊക്കെ എടുക്കണുള്ളൂ. 11 ഇഞ്ചിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ഫാബ്രിക് 12.5 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ച് ലെങ്ത്തിലും 7 ഇഞ്ച് വെട്ടിനും 2 പീസ് എടുത്തിട്ടുണ്ട് സ്ലീവ്സിനായിട്ട് കേട്ടോ. ആ 2 പീസിൻ്റെയും 2 സൈഡ് നമുക്ക് ഇതുപോലെ അരി അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 മടക്കിൽ അടിച്ചു കൊടുക്കാം. അരി അടിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഫ്രിൽസ് ഇട്ട് വന്നത് നമുക്ക് 1 ഇഞ്ചിൽ കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഫ്രില്ലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ 2 സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ സ്ലീവ്സ് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളിങ്ങനെ ഇട്ട് കാണാനായിട്ട് നല്ല രസമാണ് ഈ സ്ലീവ്സ്. ഇനി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് ലൈനിങ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലൈനിങ്ങിൻ്റെയും ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഇടയിലായിട്ട് ഈ സ്ലീവ്സ് വെക്കണം. സ്ലീവ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്സിൻ്റെ നല്ല വശവും മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ചേരുന്ന രീതിക്ക് വേണം വെക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ 2 സ്ലീവ്സും ഇടയിൽ വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കൊക്കെ കൂടി പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നമ്മുടെ കൈക്കുഴിയും അതുപോലെ തന്നെ നെക്കിൻ്റെ ആവശ്യവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ട് നിൽക്കണ മെയിൻ ഫാബ്രിക്കിൻ്റെ തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ബാക്ക് സൈഡുമേയും സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തൊന്ന് തിരിച്ച് വെച്ചിട്ട് സ്ലീവ്സിൻ്റെ നല്ല വശവും മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ചേരുന്ന രീതിക്ക് വെക്കാം. എന്നിട്ട് ലൈനിങ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബാക്കിൽ ടൈ ചെയ്യാനുള്ള 2 സ്ട്രാപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് 5 ഇഞ്ച് ചെസ്റ്റും 5 ഇഞ്ച് തന്നെ വേസ്റ്റും മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യണത് ശരിക്കും നമ്മൾ ആ ഒരു ചെസ്റ്റ് ടോട്ടൽ അളവെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് ആ സൈഡിലേക്കും 5 ഇഞ്ച് ഈ സൈഡിലേക്കും ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെയാണ് വേസ്റ്റിൻ്റെയും ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴേക്കുള്ള മെയിൻ ഫാബ്രിക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെയും പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കിയടിച്ചും കൊടുക്കണേ. ഇനി നമുക്ക് ബോട്ടം പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ യോക്കിൻ്റെ നല്ല വശവും ബോട്ടത്തിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് സിബ് വയ്ക്കാനുണ്ടോ, അതുകൊണ്ട് ആ ലൈനിങ്ങമ്മ ആദ്യം സ്റ്റിച്ച് ചെയ്യരുത്. ഈ ഒരു മെയിൻ ഫാബ്രിക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ലൈനിങ്ങും ഇതും കൂടി ഒരുമിച്ച് വെച്ച് തന്നെ ചെയ്യാം.
രണ്ട് സൈഡും ബാക്ക് പോർഷൻ്റെ രണ്ട് പാർട്ടും ഇതുപോലെ ലൈനിങ് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യണം. ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ ആ ഒരു ലൈനിങ്ങുമ്പോൾ മാത്രം സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിലും ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങുമ്പോൾ മാത്രം ബോട്ടം പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ഫാബ്രിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ വേറൊരു മെത്തേഡിലാണ് സിബ്ബ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിബ്ബ് ഫുള്ള് കൺസീലായിട്ട് കിട്ടും. അപ്പോൾ കുഞ്ഞു കുട്ടിക്കൊക്കെ ആയതുകൊണ്ട് സിബ്ബിൻ്റെ ഒന്നും നിങ്ങൾക്ക് ബോഡിയുമൊന്നും ടച്ച് ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥത അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട നമുക്ക് അടിപ്പൊന്നും ഇങ്ങനെ കാണില്ല പുറത്തേക്ക്. ഇനി സിബ്ബ് വയ്ക്കണം. സിബ്ബ് വയ്ക്കാനായിട്ട് ഇതേ നമ്മൾ നെക്കിൻ്റെ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുക. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിൻ്റെ അറ്റാച്ച് ചെയ്ത് കുറച്ച് ഇതുപോലെ ഒന്ന് വിടിയിക്കുക. സിബ്ബ് വയ്ക്കണമെന്ന് ഞാൻ പറയണേക്കാൾ കൂടുതൽ എനിക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി വയ്ക്കുന്നുണ്ട് മെയിൻ ഫാബ്രിക്കും. ബാക്കി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. 7 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ സിബ്ബ് വയ്ക്കണേ. സിബ്ബ് എന്നിട്ട് നമ്മളിതുപോലെ നേരെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ചിട്ട് അരു ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് സൈഡ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അത് സിബ്ബ് നമ്മൾ മെയിൻ ഫാബ്രിക്കുമ്പോൾ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ ലൈനിങ് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിബിൻ്റെ മേലെ കൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തോളം വരെ, സിബ് വെച്ച് കൊടുത്തോളം വരെ നമുക്ക് ലൈനിങ് ഇതുപോലെ മേലെ കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ലൈനിങ്ങും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. ബാക്കി സിബ് നിൽക്കുന്നത് കട്ട് ചെയ്തും കളയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും പോർഷനിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.